ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളൊരു സൺഡേ ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് സ്ഥലങ്ങളിൽ പോകാണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇത് വേറൊന്നുമല്ല, നമ്മുടെ കാലിക്കറ്റ് ബീച്ചിലാണ്. ഈ കാലിക്കറ്റ് ബീച്ചിലേക്ക് എല്ലാ ദിവസവും ഞങ്ങൾ വൈകിട്ട് ചില സമയങ്ങളൊക്കെ വരാറുണ്ട്. എല്ലാ ദിവസവും എന്നല്ല, ചില ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പ്ലേസസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സന്ധ്യയുടെ മങ്ങലിൽ കടൽ തീരത്തിരുന്ന് കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഒരിക്കലും ചെയ്താൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഒരു കാലത്ത് കോഴിക്കോട് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ വാസ്കോ ഡ ഗാമ ഈ തീരത്ത് കാലുകുത്തിയോടെ യൂറോപ്യൻ കടൽ വ്യാപാരത്തിൻ്റെ പുതിയ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. സാമൂതിരിയുടെ ഭരണകാലത്ത് അറബ്, ചൈനീസ്, പോർച്ചുഗീസ് വ്യാപാരികൾ ഇവിടെ എത്തിയിരുന്നതായിട്ടൊക്കെ നമുക്ക് കഥകളിൽ പറയുന്നു. ഹിസ്റ്ററിയാണത്. മസാലകളും വസ്ത്രങ്ങളും കൊണ്ടുള്ള ഈ തീരം ലോക വ്യാപാരത്തിൻ്റെ മാപ്പിൽ ഇടം നേടി ഒരു സ്ഥലമാണ് നമ്മുടെ കാലിക്കറ്റ്. ഇന്നും ബീച്ചിനുള്ളിൽ കടലിൽ കാണുന്ന പഴയ ഇരുമ്പ് തൂണുകൾ ആ കാലഘട്ടത്തിൻ്റെ സാക്ഷികളാണ്. അവ കടലിനോട് ചേർന്ന് കൊഴിഞ്ഞുപോയ ആ തുറമുഖത്തിൻ്റെ കഥ നമ്മോട് ചിരിച്ചു പറയുന്നത് ഫീല് നമുക്ക് മനസ്സിലാവും. ഇന്ന് കോഴിക്കോട് ബീച്ച് വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു. സൂര്യാസ്തമയത്തിൻ്റെ മായാജാലം കാണാൻ ഇവിടെ എത്തുന്നവർ ഓരോ സന്ധ്യയും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. പഴയ വ്യാപാര കഥകളും ഇന്നത്തെ പ്രണയ കഥകളും ഒരുമിക്കുന്ന സ്ഥലമാണ്. നാടിൻ്റെ പൈതൃകവും പ്രകൃതി സൗന്ദര്യവും കൈകോർക്കുന്ന ഒരു അതുല്യ തീരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കോഴിക്കോട് ബീച്ച് ഒരു പ്രത്യേക പേര് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. തിരമാലകളിൽ പതിയുന്ന ചരിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് കോഴിക്കോടിനെ പറയാനായിട്ട് കഴിയും. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ആളുകളുടെ തിരക്ക് കുറവായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ രാത്രിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇവിടെ 2 മണി, 3 മണി, 4 മണി വരെയൊക്കെ തിക്കും തിരക്കും ആളുകളൊക്കെ ഉണ്ട്. ഇതിനോട് തന്നെ തൊട്ടപ്പുറത്ത് കടകളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാനും ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ചായ കുടിച്ച് ഇവിടെ നിൽക്കുന്ന ഒത്തിരി അനേകം ആളുകളുണ്ട് കേട്ടോ. ഞാൻ നൈറ്റ് വിഷ്വലായിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെയല്ല, സെപ്പറേറ്റ് പോയപ്പോൾ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടി ആഡ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെയാണ് കുറേ ആളുകൾ രാത്രിയിലൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രീ, കാം ആൻഡ് കൂൾ വൈബുമാണ്. ആർക്കും ഒരു ശല്യവും ഇല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ആ ഒരു സമാധാനത്തിൻ്റെ പീസ്ഫുൾ മൈൻഡിലിരിക്കുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. കല്ലുകൾ കൊണ്ട് പാകിയ കുറേ രൂപങ്ങൾ അവിടെയുണ്ട്. പിന്നീട് ഒരു ദിവസം അത് ഞാൻ കാണിക്കാം. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഇതുപോലെ ബൈക്കും ഓട്ടോയും കാറും ഫുഡുമൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് സൗകര്യങ്ങളുള്ളത്. ഈ സൗകര്യങ്ങളൊന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇവിടെ നല്ല തിരക്കാണ്, നല്ല ട്രാഫിക്കാണ് കേട്ടോ. അപ്പം വേറെ ഏതെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തി അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന വണ്ടികൾക്ക് സുഖമായി പോകാൻ കഴിയും. അതുമല്ല, ബീച്ചും ആസ്വദിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ തട്ടാനും മുട്ടാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. നടക്കാനുള്ള പാതകളൊന്നുമില്ല. ബൈക്കിന് സെപ്പറേറ്റ്, കാറിന് സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ചെറിയ കട്ട് റോഡ് എടുത്തു. കട്ട് റോഡ് എടുക്കുമ്പോൾ തന്നെ ഇവിടെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസ് വരുന്നത്. പിന്നെ പിസ്സ ഹട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കയറുമ്പോൾ തന്നെ കട്ട് റോഡിൽ ഫസ്റ്റ് കട്ട് റോഡ് തന്നെ കയറുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ ഈ വഴിയിൽ തന്നെയാണ് ആദാമിൻ്റെ ചായക്കട. നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ബൈക്ക് 2 പിള്ളേർ കയറി പോകുന്നുണ്ടല്ലേ, ഹെൽമെറ്റ് ഒന്നും വെക്കാതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്നും മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. സ്വന്തം ജീവൻ തന്നെയാണ് ആപത്തിലാവുക എന്നൊക്കെ ഉള്ളത്. ഇതൊന്നും ആരും മനസ്സിലാക്കില്ല. ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടപ്പോൾ പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാലിക്കറ്റ് വന്നിട്ട് ഇത് കാണുന്നത്. പണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഓരോരുത്തരെ എയർപോർട്ടിലൊക്കെ കൊണ്ടുവിടാനായിട്ട് പോയിട്ട് വരുമ്പോൾ ഞങ്ങളിത് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി നല്ല മസാല ദോശ കഴിക്കാറുണ്ട്. ഫേവ് റോൾസ് അത് പറയാൻ മറന്നു കേട്ടോ. നല്ല ഷവർമ അവിടെ കിട്ടും. പിന്നെ ആദാമിൻ്റെ ചായക്കട, നല്ല ചായയും ഒക്കെയാണ്. കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു, മറ്റുള്ളവർക്ക് അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ നല്ല ഫുഡ് അവിടെ തരും. വരുന്ന വഴി തന്നെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. കുഞ്ഞുള്ളത് കൊണ്ട് അവനൊരു കാഴ്ചയാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വഴിയെടുത്തത്. ട്രെയിൻ ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയമാണല്ലോ. ഞങ്ങൾ അടുത്ത് കടന്നു പോയത് SM സ്ട്രീറ്റിലോട്ടാണ്.
SM സ്ട്രീറ്റിൽ ഇവിടെ വിലക്കുറവിൽ കുറേ തുണികളൊക്കെ കിട്ടും. ചെരുപ്പുകൾ, ബാഗുകൾ എന്ന് വേണ്ട പല സാധനങ്ങളുണ്ട്. പിന്നെ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് വാങ്ങാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചിലപ്പോൾ നല്ല വിഷമമുണ്ട്. എങ്കിലും ബിഗ് ഷോട്ട് എന്ന് പറയുന്നൊരു ഷോപ്പിൽ കയറിയിട്ട് നമ്മളൊന്ന് നോക്കി എന്തെങ്കിലും വാങ്ങാനോ എടുക്കാനോ ഉണ്ടെങ്കിലും നോക്കി അഫോർഡബിൾ റേറ്റിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നോക്കാം, ഇഷ്ടപ്പെട്ടാൽ വാങ്ങാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കയറി പോകുമ്പം സൈഡിൽ തന്നെ ഇതുപോലെ പ്രതിമകളൊക്കെ ബീച്ചിൽ ഇരുന്ന് വർത്തമാനം പറയുന്ന പോലെ അവരവിടെ വെച്ചിരിക്കുന്നു. കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ചെരുപ്പുകളുണ്ട്. എൻ്റെ ഫ്ലിക്കർ ഓഫ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ കിടന്ന് മിന്നുന്നത് ക്യാമറയിൽ കാണുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒത്തിരിയധികം ചെരുപ്പുകൾ ഇവിടെ ടിക്കി വെച്ചിരിക്കുന്നു. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ഒരു ബേസ്മെൻറ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും പക്ഷേ അത് ബേസ്മെൻ്റ് അല്ല, ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ്. കറക്റ്റ് സമയത്ത് ഒരാൾ ഇറങ്ങി പോകുന്നു. അത് ബേസ്മെൻ്റ് അല്ല, ഒരു ചെറിയൊരു തട്ട് വെച്ചിട്ടുണ്ട്, അവരുടെ വെള്ളക്കുപ്പിയും ബാഗും ഒക്കെ വെക്കാനുള്ളതാണ്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ കുഞ്ഞുങ്ങളുടെയും ജെൻസ്, മെൻസ് വെയർ, വുമൻസ് വെയർ, ലേഡീസ് വെയർ ആണ് ഏറ്റവും കൂടുതലുള്ളത്. കയറി തന്നെ നല്ല ജീൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ലെഗിങ്സ് കളക്ഷൻസ്, അത് നല്ല വെറൈറ്റി ഡിസൈൻസിലുള്ള ലേഡീസിൻ്റെ തുണിത്തരങ്ങൾ ഇവിടെയുണ്ട്. അതും വളരെ വിലക്കുറവ് കേട്ടോ. 300, 200, 450, 500, 1000 അങ്ങോട്ട് മുകളിലോട്ടുണ്ട്. ആര് വന്നാൽ തന്നെ ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട്. ബിഗ് ഷോട്ട് എന്ന് പറയുന്നത് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. ഈ SM സ്ട്രീറ്റ് നല്ല കാഴ്ച വിസ്മയം ഒരുക്കുന്നതാണ്. ഇവിടെ ഞാൻ ആമസോണിലൊക്കെ നോക്കുമ്പോൾ 1000, 2000 രൂപയുടെ ബാഗൊക്കെ നമുക്കവിടെ 500, 600 രൂപയ്ക്കൊക്കെ കിട്ടും. പിന്നെ SM സ്ട്രീറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കടകളാണ് ഈ SM സ്ട്രീറ്റിനെ ശരിക്കും പറഞ്ഞാൽ കളർഫുൾ ആക്കുന്നതെന്ന് പറയാം. ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിക്കും തിരക്കുമായിട്ടൊരു ഫീല് നമുക്ക് തോന്നും. കാരണം ഇത്രയത്തോളം കളക്ഷൻസ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെയായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഈ ഷോളുകൾ കണ്ടോ, നല്ല വെറൈറ്റി ഡിസൈൻസിലാണ്. ഈ ഡിസൈൻസിലൊക്കെ ഷോളുകൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഈ കുഞ്ഞനുടുപ്പുകളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഒത്തിരി അധികം വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെയുണ്ട്. ഷോളുകളും ഡ്രസ്സുകളും ചെറിയ ചെറിയ ഉടുപ്പുകളും ഒക്കെ. ഒരു ലേഡീസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ജെൻസ് ഫെയർ ഉള്ളത്. ജെൻസ് ഫെയറിന് ചെറിയൊരു ഏരിയ മാത്രമാണുള്ളത്. നമുക്ക് SM സ്ട്രീറ്റിനെ പറ്റി പറയാം. കാലിക്കറ്റിലെ SM സ്ട്രീറ്റ് എന്നത് വെറും ഒരു റോഡ് മാത്രമല്ല, അതൊരു ഓർമ്മയാണ്. പഴയ കാലത്ത് ഇതിനെ ഹൽവ സ്ട്രീറ്റ് എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. അവിടുത്തെ ഹലുവ കച്ചവടത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇന്നും ആ മധുരം ആ തെരുവിൻ്റെ വായുവിൽ നമുക്ക് മന്ദമായി തോന്നും. ഇവിടെ SM സ്ട്രീറ്റിൽ വന്നാൽ പലപ്പോഴും നമുക്ക് കയറാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാത്തൊരു അനുഭൂതിയാണ്. അതിൻ്റെ ഇടയിലൊരു കാര്യം പറയാം, ഇതൊരു ചുരിദാറിൻ്റെ ഏരിയ ആണ്. ഇതുവഴി കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ ഇതുവഴി ഓപ്പൺ വേ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഷോപ്പിൽ കയറി ഇവിടെ പേ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത കടകളിലേക്ക് പോകാം. ഇപ്പോൾ ഇതുവഴി കയറി അപ്പുറത്തെ ഷോപ്പിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ആ ഡോർ കംപ്ലീറ്റ് ആണ്, അത് ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ താഴെ കൂടെ തന്നെ അടുത്ത ഷോപ്പിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതുപോലെ ജനത്തിരക്കാണ്. നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും. പലപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തിലെ തുണികൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും. SM സ്ട്രീറ്റിന് സ്വന്തമായിട്ടുള്ള സംഗീതമുണ്ട് കേട്ടോ. ആ സംഗീതം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ കയറി കുറച്ച് സ്നാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 2 ഷവർമയും റോളാണ്, പിന്നെ 2 പൈനാപ്പിൾ ജ്യൂസും ഒക്കെ വാങ്ങിച്ചു. ഞങ്ങളും കുഞ്ഞും ഒക്കെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇനി അവിടെ പോകുന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ കയറി കഴിക്കാം. ഞങ്ങൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് ആവശ്യമായ ഒരു സാധനമുണ്ട്, അത് കിട്ടിയില്ല. ഞങ്ങളെന്നാൽ അടുത്ത സ്പോട്ടിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. വേറെങ്ങുമല്ല, നമ്മുടെ ഗോകുലം മാളിലേക്കാണ് പോകുന്നത്. ഗോകുലം മാളിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഗോകുലം മാളിലേക്ക്. അപ്പം നമ്മൾ ഗോകുലം മാളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗോകുലം മാളിൽ വന്നപ്പോൾ തന്നെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് എനിക്ക് പെട്ടെന്ന് മൈൻഡ് പോയില്ല. കാരണം ഞങ്ങൾ അടുത്തുള്ള ഷോപ്സിലൊക്കെ ഒന്ന് കയറിയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടോ കിട്ടുമോ എന്നൊക്കെ നോക്കാൻ നിന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പം ട്രെയിൻ പോകുന്നു. ഇവിടെ ഇതുപോലെ തന്നെ ട്രെയിന്, ബൈക്ക്, ചെറിയ ചെറിയ കാറുകളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി, കുഞ്ഞുങ്ങൾ കയറി ഒന്ന് സന്തോഷിക്കാനൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ മാർഗ്ഗങ്ങൾ. അവർക്ക് ചെറിയ പൈസ കിട്ടുമെങ്കിലും വലിയ കാശൊന്നുമല്ല, 100 രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ കയറി. അവിടെ നിന്ന് വെസ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഉദ്ദേശിക്കുന്ന സമയത്ത് കറക്റ്റായ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ എല്ലായിടത്തും കയറി നോക്കിയേ പറ്റുള്ളൂ. അത് ഞങ്ങൾ അന്ന് എല്ലാം ഒന്ന് കയറി ഫസ്റ്റ് ഫ്ലോറിൽ. അവിടെ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കയറിയത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തന്നെ ഉള്ളിൽ കൂടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. അവിടെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നീട് ഞങ്ങൾ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ വരാന്തയിൽ തന്നെ ഞാനങ്ങ് നിന്നു. വരാന്ത എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പുറത്ത് തന്നെ അങ്ങ് നിന്നു എന്ന് പറയാം. ട്രെയിൻ കണ്ട്, ട്രെയിനിലെ ആളുകളെ കയറി പോകുന്നതൊക്കെ കണ്ട്, ഓരോ സന്തോഷങ്ങളും ഒക്കെ കണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നു. താഴെ നെസ്റ്റോ ഉണ്ട്, പിന്നെ ചെറിയ 2 കടകൾ താഴെ കണ്ടു. അവിടെ പെർഫ്യൂമൊക്കെ ഉണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഇവിടെ തന്നെയാണ് നല്ല ലെതർ ബാഗും ആ താഴെ തന്നെ കിട്ടും.
ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് അവിടെ നിന്ന് ട്രെൻഡ്സ് എന്ന് പറയുന്ന ഷോപ്പിലേക്ക് കയറി. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിലങ്ങ് എടുത്താണ്, അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. അതിനകത്തിൽ ഡ്രസ് കളക്ഷൻസിൻ്റെ ഓരോ രീതിയിലും ഒക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫീല് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് നോക്കാൻ തോന്നിപ്പോവും. ഇതുപോലെ തന്നെ പല ഓഫേഴ്സ് ഇവിടെ ഓടുന്നുണ്ട്. 100 ഓഫർ, 250 ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കുമ്പോൾ ഒരറ്റത്ത് ഞാൻ പെട്ടെന്ന് കണ്ടതാണ്, ഒരു ചുരിദാർ വാങ്ങുവാണെങ്കിൽ അതിന് 899. അങ്ങനെ 2 വാങ്ങിയാലും 899 വെച്ച് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. അടുത്തയിലേക്കൊന്ന് നോക്കി, അടുത്തയിലേക്ക് നോക്കുമ്പോൾ അവിടെ 100 ഓഫ് എന്നുള്ള രീതിയിൽ 2 സെറ്റ് വാങ്ങിയാൽ ബൈ 2 ഗെറ്റ് 100 ഓഫ് എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ 1000 രൂപയുടെ സാധനം 2 വാങ്ങിയാൽ 2000 രൂപയിൽ 100 രൂപ കുറവ്. അവിടെ നിന്ന് നേരെ പാൻറ്റലൂൺസിലേക്ക് വന്നു. പാൻറ്റലൂൺസിൽ ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ അങ്ങ് എടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോയതാണ്. പിന്നീട് സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇവിടെ ബാഗ്, നല്ല കളക്ഷൻസ് ബാഗുകളുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ബാഗൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പാൻറ്റലൂൺസിൽ വന്നത് കിട്ടും കേട്ടോ. 1799, 1699, 2099 അങ്ങനെയുള്ള പ്രൈസസിനാണ് ഇവിടെ ഉള്ളത്. കുറേ ബാഗിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള തട്ടിലും അല്ലാതെ ഷെൽഫിലും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വള്ളിയുള്ള ബാഗ് വേണോ, വള്ളിയില്ലാത്ത ബാഗ് വേണോ, പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ബാഗ്സ് ഇവിടെ കിട്ടും. ഷൂസും അതുപോലെയൊക്കെ തന്നെയാണ്. 1000, 999, 899, 1299 അങ്ങനത്തെ ഉള്ളതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ സെഷൻസാണ്. ജെൻസ്, മെൻസ് വെയർ ഉള്ള സെഷൻസൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തു, പുറത്തേക്ക് ആടി. വീഡിയോ വെട്ടുന്നതൊന്നും നോക്കണ്ട കേട്ടോ. ഞാൻ ഫ്ലിക്കർ ഓഫ് ചെയ്യാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ. അടുത്ത വീഡിയോകളിലൊക്കെ മാറ്റാം. താഴെ ബൈക്കൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, അതൊരു ഷോക്കേസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവിടെ ചെന്ന് പേരും ഡീറ്റെയിലും കൊടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അവിടുന്ന് തന്നെ നിങ്ങളുടെ അവരുടെ ഷോറൂംസിൽ പോയിട്ട് നിങ്ങൾക്ക് ബൈക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളും കാഴ്ചകളും ഒക്കെ കണ്ട് അവിടെ നേരെ അടുത്ത സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു. സെക്കൻഡ് ഫ്ലോറിലും ഇതുപോലെ തന്നെ കുറേ ഷോപ്സ് അവൈലബിലിറ്റി ഉണ്ട്. ഗോ കളേഴ്സ്, വാൻ ഹൊസൈൻ, ട്രെൻഡ്സ് ജൂനിയർ, അങ്ങനെ ഗോ കളേഴ്സിൽ നല്ല ലെഗിൻസ്, ജീൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്, കുറഞ്ഞ പ്രൈസ്. ട്രെൻഡ്സ് ജൂനിയർ അവിടെ നല്ല ഡ്രസ്സസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ അവിടെ നമുക്ക് പോയാൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. മിക്ക ഷോപ്സും അവിടെ ഉള്ളതൊക്കെ അടിപൊളിയാണ്. എന്നാൽ ഇത്രയും വന്നതല്ലേ, അടുത്തൂടെ പോയിട്ട് വീഡിയോ ആഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. നേരെ ലുലു മാളിലേക്ക് വിട്ടു. ലുലു മാളിൽ ഞങ്ങൾ ചെന്ന് കയറിയത് ഹോം സെൻറ്ററിലാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഹോം സെൻറ്ററിൽ ചെന്ന് കയറുന്നത് കേട്ടോ. ഹോം സെൻറ്ററിലെ അടിപൊളി പാത്രങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ഒന്നും വാങ്ങാനല്ല, ഈ ചെടിച്ചട്ടിയൊക്കെ വാങ്ങി വീട്ടിൽ വയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ചെടികളാണല്ലോ. കൊള്ളാം, എന്നിരുന്നാൽ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നല്ല കാഴ്ച വിസ്മയം ഒരുക്കുന്ന ഒന്ന് തന്നെയാണ് ഹോം സെൻറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 779, 800, 900, 1000 അങ്ങനത്തെ റേഞ്ചിലുള്ള ഇതാണ്. ഈ ചെടികളൊക്കെ കാണുമ്പോൾ ഒറിജിനലാണെന്ന് ഫീൽ ചെയ്തു പോകും കേട്ടോ. പക്ഷേ ഒരിക്കലും ഇത് ഒറിജിനലല്ല, ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്. അത് മേക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. മറ്റൊരാൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന മേക്ക് ചെയ്തിരിക്കുന്ന രീതിയാണ് രസം. ആരും ഒന്ന് വാങ്ങിച്ചു പോകും. ഇതൊക്കെ ഷോയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണെങ്കിൽ പോലും ഇതൊക്കെ ആഗ്രഹം കൊണ്ട് വാങ്ങിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതൊക്കെ വാങ്ങിയാൽ നമുക്ക് ഇതിനകത്തുള്ള പെന്ന്, പിന്നെ ചെടികളൊക്കെ നടന്നുകൊണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ഫ്രെയിമൊക്കെ കാണാൻ കഴിയും. അവിടെ നിന്ന് നേരെ ക്ലോക്കിൻ്റെ ഏരിയയിൽ വന്നു. ഈ ക്ലോക്കൊക്കെ കാണുമ്പോൾ വാങ്ങിക്കണമെന്ന് തോന്നിപ്പോവും. പക്ഷേ എന്തുകൊണ്ടോ വീട്ടിൽ ക്ലോക്ക് തട്ടിയിട്ട് നടക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ അത് വാങ്ങുന്നില്ല. ഈ സൈഡ് ഫുള്ള് ക്ലോക്കിൻ്റെ സെഷൻസാണ്. ഈ ക്ലോക്ക് നല്ല രസമുണ്ട് കാണാൻ അല്ലേ, ഒരു ഓട്ടോമാറ്റിക് ഡിജിറ്റൽ ക്ലോക്ക്. ഈ ഒരു സെഷൻ ഫുള്ള് ക്ലോക്കിൻ്റെ അവൈലബിലിറ്റിയാണ്. നമുക്ക് ഇഷ്ടംപോലെ ക്ലോക്കുകൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ വന്ന് ക്ലോക്ക് വാങ്ങണമെന്നുള്ളവർക്ക് പല ഡിസൈനിൽ, പല വെറൈറ്റീസ്, പല കളേഴ്സിൽ നമുക്കിവിടെ ക്ലോക്ക്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിനോട് ചേർന്ന് തന്നെ ഫോട്ടോ ഫ്രെയിംസ് ഒരുക്കിയിരിക്കുന്നു. ഈ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വാങ്ങി നമുക്ക് വീടുകളിലൊക്കെ ഒരു അലങ്കാര വസ്തുവായിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇവിടെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം ഹാഫ് പ്രൈസ്ഡാണ്. ഇപ്പം 100 രൂപയുടെ ആണെന്ന് എടുക്കുന്നതാണെങ്കിൽ 50 രൂപ കൊടുത്താൽ മതി. ഓഫർ ഇട്ടതാണ് ഈ സാധനങ്ങളെല്ലാം ഇപ്പോൾ വിൽക്കുന്നത്. ഇത് പഴയ നൊസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, അവർ ഇഷ്ടപ്പെടുന്ന ക്ലോക്ക് ടൈപ്സാണ്. ഈ ക്ലോക്കൊക്കെ വാങ്ങിച്ച് ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ രസമുണ്ട് കേട്ടോ, ഒരിക്കൽ ഇത് വാങ്ങാം. ഇങ്ങോട്ട് വരുമ്പം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പ്ലേറ്റിൻ്റെ സെഷൻസ് കാണാം. സെറാമിക് പ്ലേറ്റുകൾ ഇതൊക്കെ ഒന്ന് താഴെ വേണം, അപ്പം തന്നെ പിന്നെ വായിപ്പ് പോകും. ഇവിടെ ഫോട്ടോ ഫ്രെയിംസാണ് ഫുള്ളുള്ളത്. ഈ ഫോട്ടോ ഫ്രെയിംസൊക്കെ വാങ്ങിയാൽ വീടിൻ്റെ ഭിത്തിയിലൊക്കെ നമുക്ക് തൂക്കിയിടാനും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇത് വാങ്ങണമെന്ന്. പക്ഷേ ഇനി ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാനിലല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും വാങ്ങാത്തത്. പിന്നെ ടേബിൾ ലാംപ്സ്, ലൈറ്റുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നല്ല കളർഫുൾ ലൈറ്റുകളാണ്. ഇതിങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ നല്ല ഫോട്ടോ ഫ്രെയിംസ് തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നല്ല വൈറ്റ്
പിങ്കിഷ് കളറിലൊക്കെയുള്ള കപ്പുകളും സോസേഴ്സും പ്ലേറ്റുകളും ഒക്കെ ഇവിടെ അലങ്കരിച്ചിരിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്തും പ്ലേറ്റുകളൊക്കെയാണ് ഓരോ ഡിസൈൻസിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഓരോന്ന് ഡിസൈൻസ് തീരുമ്പോഴാണ് പുതിയത് കൊണ്ടുവയ്ക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, നല്ല ചന്തമുള്ള രീതിയിൽ വെച്ചിരിക്കുന്നു. ഇതൊക്കെ വാങ്ങിച്ചു പോകും. ഇവിടെയാണ് സോസേഴ്സ് ഉള്ളത്. സമാധാനത്തിൻ്റെ വെള്ളപാത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇവിടെ ഉണ്ട്. അപ്പുറത്ത് ഗ്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കിച്ചൺ യൂട്ടൻസിൽസിലായിട്ടുള്ള കുറേ തുണികളും മാറ്റുകളും ഒക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് തൊട്ടപ്പുറത്തേക്ക് വരാം. തൊട്ടപ്പുറത്ത് വരുമ്പോൾ ഇവിടെ ഗ്ലാസ്സുകൾ നിരയായിട്ട് തൂക്കിയിട്ടേക്കുന്നു. ഇതിനൊക്കെ പ്രൈസുകൾ വരുന്നത് അറൗണ്ട് 250, 300, 400 റേഞ്ചിലാണ്. ഇതൊക്കെ 1000+ ആണ് കേട്ടോ. നല്ല ഡിസൈൻസുള്ള ഗോൾഡൻ കോട്ടിംഗ് ഒക്കെയുള്ള ഇതൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ ഷെൽഫിൽ വെക്കത്തുള്ളൂ. ഈ പ്ലേറ്റൊക്കെ വാങ്ങിയെന്ന് പോലും നമുക്ക് അറിയാത്ത വിധം ഇവർ ഷെൽഫിൽ പൂട്ടി വയ്ക്കും. ഇതിന് 399 ആണ് കേട്ടോ ആ ഒരു കപ്പിൻ്റെ വില. ഇതിലൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുടിക്കുമോ? കുടിക്കുമായിരിക്കും. പിന്നെ എന്തിനാണല്ലേ അവിടെ വെച്ചിരിക്കുന്നത്. നല്ല ഡിസൈൻസിലാണ് ഓരോന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളിങ്ങോട്ട് മാറിയപ്പം കുഷ്യനിങ്ങിൻ്റെയും ഡൈനിങ് ടേബിൾസിൻ്റെയും ഒക്കെ ഏരിയയിൽ വന്നു. ഇതൊക്കെ ഓരോ സിംഗിൾ ചെയറിനാണ് കേട്ടോ പൈസ. നല്ല കുഷ്യൻസാണ്, നല്ല ക്ലോത്താണ് അതെല്ലാം മെൻഷൻ കൊടുത്തിരിക്കുന്നത്. നല്ല ക്ലോത്താണ് കേട്ടോ ഇതിനെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ വിലകളൊക്കെ ഉണ്ട്. ഈ ഒരു ടേബിൾ എനിക്കിഷ്ടപ്പെട്ടു. ഒരു സൈഡിൽ ചെയർ പോലെയും മറ്റേ സൈഡിൽ സാധാ ബെഞ്ച് പോലെയും സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഞാൻ പറയാം. ഇത് ഒരു സോഫയാണ്. സ്വിച്ച് ഇട്ടാൽ പൊങ്ങി വരുന്ന സോഫ എന്നൊക്കെ പറയില്ലേ, റിക്ലൈനേഴ്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അത് അങ്ങനത്തെ സോഫാസാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഓരോ ചെയർസും ഓരോ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പല രീതിയിലാണ് കേട്ടോ. ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതൊരു റൂമിന് വേണ്ടതായ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതിനെല്ലാം സിംഗിളാണ് പൈസ. നമ്മൾ പുറത്ത് പോയിട്ടൊരു കട്ടിൽ മേടിച്ച് ഇതുപോലെയല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാം ഒരുമിച്ച് സെറ്റായിരിക്കും. ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിനെല്ലാം സെപ്പറേറ്റ് പൈസ നമ്മൾ കൊടുത്തിരിക്കണം. ഈ ഒരു സോഫ ബെഡ് എന്ന് വരുന്നത് 27,999 ആണ്. 50% ഓഫ് ഉണ്ട് ഇതിന്. ഇത് ആ ചാരിയിരിക്കുന്ന ഭാഗം താത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബെഡ് പോലെയാവും. അതിനാണ് സോഫ കം ബെഡ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ ഒരു 499 സെഷനിലേക്ക് വരും. ഹാങ്കേഴ്സിനും പിന്നെ കുഷ്യൻസ്, പില്ലോസ് അങ്ങനെയുള്ള സെഷനിലേക്കാണ് വരുന്നത്. ഇവിടെ മുഴുവൻ പില്ലോസും കുഷ്യൻസും ഒക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വൈറ്റ് പില്ലോ കണ്ടില്ലേ, ഈ പില്ലോ ഒക്കെ രസമാണ് കേട്ടോ. നല്ല സ്മൂത്താണ് കിടന്ന് ഉറങ്ങാനൊക്കെ. ഇങ്ങനെയുള്ള പ്രിൻറ്റഡ് സോഫാസ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് കുഷ്യൻസിന് വരുന്നത് 599 ആണ്. ഇവിടെ 50% ഓഫാണ് ബെഡ്ഷീറ്റുകളൊക്കെ വരുന്നത്. എല്ലാത്തിനും 299, 399, 499 എന്നുള്ള രീതിയിലേക്ക് വയ്ക്കുന്നു. സൈഡിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എത്രയും നേരം കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ, സീ യു.